നമസ്കാരം. മോഡി സർക്കാരിന് അടി പതറുന്നു. നായിഡുവും നിതീഷ് കുമാറും രണ്ട് പാർട്ടികളും എൻ ഡി എയിൽ നിന്ന് മുന്നോട്ട് മാറുന്നു. വോട്ടർ പട്ടികയെ ചൊല്ലിയുള്ള തർക്കം എൻ ഡി എക്കുള്ളിൽ പൊട്ടിത്തെറി സൃഷ്ടിച്ചിട്ടുണ്ടോ? ഭൂരിപക്ഷം വെറും കണക്കല്ല, വിശ്വാസമാണ് എന്നത് ബി ജെ പിക്ക് ഇപ്പോൾ നഷ്ടമായോ? ഇത് മോദി സർക്കാരിൻ്റെ തൂണുകൾ ഇളക്കുമോ? ഈ വീഡിയോ തുടർന്ന് കാണുമ്പോൾ ഈ രാഷ്ട്രീയ ചോദ്യങ്ങളുടെ ഉത്തരം ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കും എന്നത് വ്യക്തം. നിലവിലെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ആശങ്ക ഇപ്പോൾ പടരുകയാണ്. മോഡി സർക്കാരിനെ ഇതുവരെ താങ്ങി നിന്നിരുന്ന അത്ര ശക്തമായ സഖ്യകക്ഷികൾ തന്നെ ഇന്ന് മോദിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ അവർക്കൊപ്പം എന്ന ഉറച്ച നിലപാട് പ്രകടിപ്പിച്ചിരുന്ന ടി ഡി പിയും ബീഹാറിലെ ജെ ഡി യുവും പെട്ടെന്ന് പുറകിലേക്ക് മാറാൻ തുടങ്ങി. പ്രത്യേകിച്ച് വോട്ടർ പട്ടിക ആധാർ ലിങ്ക് വിഷയത്തിൽ അവർ എടുത്ത നിലപാട് സാങ്കേതികമായി ചെറുതാണെങ്കിലും രാഷ്ട്രീയപരമായി ഇതിന് വലിയ തിരിച്ചടിയാണ് എൻ ഡി എക്ക് നൽകിയിരിക്കുന്നത്. എൻ ഡി എ മുന്നണിയുടെ അവിഭാജ്യ ഘടകമായ ടി ഡി പി എന്ന പാർട്ടിയുടെ നേതാവ് ചന്ദ്രബാബു നായിഡു വളരെ തുറന്ന ഭാഷയിലാണ് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. വോട്ടർമാരുടെ സ്വകാര്യതയിലേക്ക് നീക്കം നടക്കുന്നുവെന്നും ഈ നിയമം ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സ്വാതന്ത്ര്യത്തിനെതിരെയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് വെറുതെ അഭിപ്രായം പറഞ്ഞത് മാത്രമല്ല, പാർലമെന്റിൽ ഇതിനെ എതിർക്കുമെന്നും വ്യക്തമായതോടെ എൻ ഡി എയുടെ മുന്നണി വിശ്വാസം ഇപ്പോൾ നഷ്ടപ്പെട്ട രീതിയിലാണ്. ടി ഡി പി ഇലക്ഷൻ കമ്മീഷൻ നൽകിയ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതായത് അതിന്റെ പോയിന്റ് മാത്രം ഞാനിവിടെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഒന്നാമതായി അവർ പറയുന്നത് SIR, അതായത് സ്പെഷ്യൽ റിവിഷൻ, വോട്ടെടുപ്പ് നടക്കുന്നതിന് 6 മാസം മുമ്പ് ഒരിക്കലും നടത്തരുത് എന്നുള്ളതാണ്. രണ്ടാമതായി അവർ പറയുന്ന കാര്യം പട്ടിക പുതുക്കൽ പൗരത്വ പരിശോധന പോലെയാണെന്ന് ഒരിക്കലും തോന്നരുത്. മൂന്നാമത്തേത് പട്ടിക പുതുക്കലിന്റെ പരിധി വ്യക്തമായി നിർവചിക്കണം. നാലാമത് വിശദമായ നിയമാനുസൃത നടപടികളില്ലാതെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യരുത്. അഞ്ചാമത്തേത് പറയുന്നത് സ്ഥലമാറ്റം വന്നവർക്കും കുടിയേറ്റ തൊഴിലാളികൾക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഉറപ്പാക്കണം. ആറാമത്തെ പോയിന്റായി അവർ പറയുന്നത് ഈ എൻറ്റയർ പ്രൊസീജിയേഴ്സിൻ്റെ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും ഉറപ്പാക്കണം എന്നുള്ളതാണ്. ഈ 6 കാര്യങ്ങൾ നടപ്പാക്കാതെ ഒരിക്കലും ഈ ബില്ലിനെ അംഗീകരിക്കില്ല എന്നാണ് ടി ഡി പി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതേസമയം മറുപുറത്ത് നിതീഷ് കുമാർ നയിക്കുന്ന ജെ ഡി യുവും ഇപ്പോൾ കേന്ദ്രത്തിന് ഇക്കാര്യത്തിൽ പിന്തുണ നൽകാതെയാണ് നിൽക്കുന്നത്. പക്ഷെ അതിൽ ഒരു വലിയ രാഷ്ട്രീയ സന്ദേശമുണ്ട്. കാരണം നിതീഷിൻ്റെ രീതി നമുക്കെല്ലാവർക്കും അറിയാം. ആവശ്യമുള്ളപ്പോൾ ചേർന്ന് നിൽക്കും, പക്ഷേ വ്യത്യസ്ത നിലപാടുകളാണെങ്കിൽ പാലം വലിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ എൻ ഡി എയുടെ പല നടപടികളിലും ജെ ഡി യുവിനെ ഒഴിവാക്കുന്നെന്ന് ജെ ഡി യുവിൻ്റെ പ്രവർത്തകർ തന്നെ പരാതി പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇതെല്ലാം മൊത്തമായി കണക്ക് കൂട്ടിയാൽ ബി ജെ പിക്ക് സ്വന്തം ഭൂരിപക്ഷം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം തന്നെ വലിയ പ്രശ്നമായി മാറുന്നു എന്നതാണ് സത്യം. അതായത് ബി ജെ പിക്ക് ഇപ്പോൾ 240 എം പിമാരാണ് ഉള്ളത്. ഭൂരിപക്ഷത്തിന് ഏതാണ്ട് 272 എം പിമാർ വേണം. അതിൽ ടി ഡി പിക്ക് ഇപ്പോൾ 16ഉം ജെ ഡി യുവിന് 12 എം പിമാരുമാണ് ഉള്ളത്. ഇവരാണ് യഥാർത്ഥത്തിൽ മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന തൂൺ എന്ന് പറയാൻ പറ്റുന്നത്. എന്നാൽ ഇവരുടെ പിന്തുണ പിൻവലിച്ചാൽ മോഡി സർക്കാർ നിലം പതിക്കും എന്നത് ഉറപ്പ്. അതുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത്, മോദി സർക്കാരിൻ്റെ ദിനങ്ങൾ എണ്ണി തുടങ്ങിയോ എന്ന്. അപ്രതീക്ഷിതമായി വന്നു കിട്ടിയ ഇങ്ങനെയൊരു അവസരം പ്രതിപക്ഷം ഉപയോഗിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന് ഇങ്ങനെയൊരു അവസരത്തിനായി അവർ കാത്തിരിക്കുകയായിരുന്നു എന്നതാണ് സത്യം. അതായത് ടി ഡി പിയും ജെ ഡി യുവും ഭാഗികമായി എൻ ഡി എയിൽ തുടരുമ്പോഴും എല്ലാ വിഷയങ്ങൾക്കും അവർ പിന്തുണയ്ക്കില്ലെന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് വലിയൊരു ഓക്സിജൻ തന്നെയാണ്. ഇനി രാജ്യം നോക്കുന്നത് അടുത്ത പാർലമെന്റ് സെഷനിലേക്കാണ്. അവിടെയാണ് ഈ വോട്ടർ പട്ടികയും ബില്ലും അതിനെ ചുറ്റിയുള്ള രാഷ്ട്രീയ തർക്കങ്ങളും പൊട്ടിത്തെറിയായി പുറത്തു വരിക. അധികമായാൽ അത് സർക്കാരിൻ്റെ നിലനിൽപ്പിൽ പോലും ബാധകമാകും എന്നതാണ് സത്യം. ഈ പറഞ്ഞതിനെല്ലാം പുറമെ ജനങ്ങൾക്കെല്ലാം ഈ പുതിയ നിയമത്തിൽ ഭയങ്കര ഭയമാണ്.
ആരെയും അറിയിക്കാതെ തന്നെ ആധാറുമായി ഒരു വോട്ടർ വിവരങ്ങൾ ബന്ധിപ്പിക്കുമ്പോൾ സ്വകാര്യതയ്ക്കാണ് തിരിച്ചടി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ജനാധിപത്യ സംരക്ഷണത്തിന്റെ പേരിൽ TDPയും JDUവും എതിർക്കുന്നത്. നാം ഇനിയും കാണാൻ പോകുന്നത് കേവലം ഒരു ബിൽ ചർച്ച ചെയ്യുന്ന പാർലമെന്റ് സെക്ഷൻ ആയിരിക്കില്ല, മറിച്ച് ഇത് NDAയുടെ ആഭ്യന്തര തകർച്ച തീരുമാനിക്കുന്ന ചർച്ചയുടെ തുടക്കമാകും എന്നാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മോദി സർക്കാരിന്റെ ഭാവി ഇനി ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും കരങ്ങളിലാണെന്ന് വ്യക്തം. ഈ അവസരം പ്രതിപക്ഷം ശരിക്ക് കൈകാര്യം ചെയ്താൽ ഉടൻ ഒരു ഭരണമാറ്റത്തിന് വഴി തെളിക്കും എന്നതും വ്യക്തം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള അഭിപ്രായം ദയവായി കമൻ്റായി എഴുതി അറിയിക്കണമേ എന്നും അപേക്ഷിക്കുന്നു. ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ എന്നും അപേക്ഷിക്കുന്നു. മറ്റ് രാഷ്ട്രീയ വിഷയം അടങ്ങുന്ന വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.